ഹായ്, ഞങ്ങളുടെ ഒരു വീഡിയോ തെങ്ങുവളത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചാനൽ വന്നിരുന്നല്ലോ. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനകം 4,20,000 പേര് കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെ നിരവധി ആൾക്കാർ നൂറുകണക്കിന് ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു വിശദീകരണമായിട്ടുള്ള തെങ്ങിനെ വളത്തിൻ്റെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ, അനുബന്ധ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഓരോന്നിനും ചോദ്യത്തിന് ഉത്തരം പ്രത്യേകം പറയുന്നത് ഇതിനേക്കാൾ നല്ലത്. ഇത് പ്രസക്തമായ ചോദ്യമാണ്, എല്ലാവരും അറിയണം എന്നുള്ളത് കൊണ്ട് ഞങ്ങളതൊരു ചോദ്യം ഉത്തരം എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു എപ്പിസോഡ് പോയി അതിൽ കുറേ പേരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞു. ഇതിപ്പോൾ രണ്ടാം ഭാഗമാണ്. രണ്ടാം ഭാഗത്തിലെ ചോദ്യങ്ങൾ, കുറച്ച് ചോദ്യങ്ങൾ, പ്രസക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ന് ആദ്യം പറയുന്നത് ഫൈസൽ AM എന്ന ആളുടെ ചോദ്യമാണ്. ഒരു കൊല്ലം ഒരു തെങ്ങിന് കൊടുക്കേണ്ട വളം എപ്പോൾ കൊടുക്കണം? ഇതേക്കുറിച്ച് ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്യാമോ? അതൊരു കംപ്ലീറ്റ് വീഡിയോ തന്നെ ആയിരുന്നു. നിങ്ങളത് മനസ്സിരുത്തി കണ്ടിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു. അപ്പോൾ എങ്കിലും ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. നല്ല ആദായമുള്ള തെങ്ങിന് നല്ല രീതിയിൽ വളം കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് ക്രമാനുഗതമായിട്ട് ഉൽപ്പാദനശേഷി കൂടിക്കൂടി വരികയുള്ളൂ. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സാധാരണ വിളവ് തരുന്നതിന് ഒരു പൊതു ശുപാർശ മതിയാവും. തീരെ കുറഞ്ഞതിന് അതിനനുസരിച്ച് വളം ചെയ്താൽ മതി. കാരണം വളം ചെയ്താലും വേണ്ടത്ര മെച്ചമില്ലെങ്കിൽ വളം കുറച്ച് കൊടുത്താൽ മതി എന്നാണ് ഇതിന് പറയാനുള്ളത്. പക്ഷെ എന്തായാലും ശരിക്കും വളം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും മണ്ണ് പരിശോധിച്ച് മണ്ണിൽ കുറവുള്ള മൂലകങ്ങൾ ഏതാണോ അതടങ്ങിയ വളം മാത്രമാണ് കൊടുക്കേണ്ടത്. മണ്ണിൽ കുറേയൊക്കെ പോഷകങ്ങളുണ്ട്, പക്ഷെ കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ വളം കൊടുക്കേണ്ടി വരിക. അപ്പോൾ എത്രത്തോളം അളവ് കുറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൃഷി വിദഗ്ധൻ്റെ സഹായത്തോടുകൂടി മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വളത്തിൻ്റെ അളവ് നിശ്ചയിക്കാം. എങ്കിലും ഒരു പൊതു ശുപാർശ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, 330, 550, 1200 എന്നൊക്കെ ഒരു രീതിയാണ് NPK വളങ്ങളുടെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന നൈട്രജൻ ഫോസ്ഫറസ് വളങ്ങളുടെ ഒരു ശുപാർശയാണ് ഞാൻ പറഞ്ഞത്. ഇത് നൈട്രജൻ ഒരു 330 ഗ്രാം, അതുപോലെ ഫോസ്ഫറസ് ഒരു 550 ഗ്രാം, പൊട്ടാഷ് ഒരു 1200 ഗ്രാം. ഇത്രയും കിട്ടത്തക്ക രീതിയിൽ നമ്മൾ വളങ്ങൾ കൊടുക്കണം. അപ്പം ഇത് കിട്ടാൻ വേണ്ടുന്ന നൈട്രജൻ കിട്ടുന്ന വളം യൂറിയയാണ്. ഫോസ്ഫറസ് കിട്ടാൻ എല്ലുപൊടി ഉപയോഗിക്കാം, രാജ്ഫോസ് ഉപയോഗിക്കാം, മസൂറി ഫോസ് ഉപയോഗിക്കാം, റോക്ക് ഫോസ്ഫേറ്റ് ഉപയോഗിക്കാം. ഇതിലെല്ലാം ഏകദേശം ഫോസ്ഫറസിൻ്റെ അളവ് 18 മുതൽ 20%. പൊട്ടാഷ് എന്ന് പറയുന്നത് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്, പ്രകൃതിദത്തമായ ഒരു വളമാണ്. അതിൽ 60%, അതായത് 1 കിലോ പൊട്ടാഷ് വാങ്ങിയാൽ 600 ഗ്രാം പൊട്ടാഷ് എന്ന് പറയുന്ന മൂലകം ഉണ്ടാകും. യൂറിയയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. യൂറിയ ഏതാണ്ട് 460 ഗ്രാം കാണും 1 കിലോയിൽ നൈട്രജൻ. അപ്പം ഇത്രത്തോളം അളവിൽ, ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള അളവിൽ കിട്ടാൻ എത്ര യൂറിയ വേണം, എത്ര ഫോസ്ഫറസ് വേണം, എത്ര പൊട്ടാഷ് വേണം എന്ന് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം അഷറിൻ്റെതാണ്. ചാരമിട്ടാൽ ഗുണമുണ്ട്. ചാരത്തിനകത്ത് കാൽസ്യം ഉണ്ട്, പൊട്ടാഷ് ഉണ്ട്, കാർബണും ഉണ്ട്. ഇത് മൂന്നും സസ്യത്തിന് ആവശ്യമുള്ളതാണ്. പക്ഷേ വേണ്ടത്ര അളവിൽ ചാരമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 1200 ഗ്രാം പൊട്ടാഷ് കിട്ടണമെങ്കിൽ ഏകദേശം ചാരത്തിനകത്ത് 1% മാത്രമാണ് പൊട്ടാഷ് ഉള്ളത്. 1% എന്ന് പറയുമ്പോൾ 1 കിലോയ്ക്കകത്ത് 10 ഗ്രാം ആണുള്ളത്. അപ്പോൾ 1200 ഗ്രാം കിട്ടണമെങ്കിൽ എത്ര ചാരം വേണമെന്ന് നിങ്ങളത് കണക്ക് കൂട്ടി കൊടുക്കുക. അപ്പോൾ ചാരം ഉണ്ടെങ്കിൽ ചാരം ഇട്ടോളൂ, കൊള്ളാം. എത്ര ആഴത്തിൽ തടവെടുക്കണം? തടമെന്ന് പറയുമ്പോൾ നമ്മളൊരു 2 മീറ്റർ റേഡിയസിൽ വേണം തടമെടുക്കേണ്ടത്. അതിനൊരു 10 ഇഞ്ച് താഴ്ചയെങ്കിലും വേണം. നല്ല ആഴത്തിൽ തന്നെ തടമെടുക്കണം. അതുപോലെ തന്നെ പഴയ വേരുകളൊക്കെ നമ്മൾ മാറ്റിക്കളണം. അപ്പോൾ അങ്ങനെയാണ് തടമെടുക്കുന്നത്. അത് മുഹമ്മദ് കുട്ടി എന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് CB നസീറാണ് ചോദിച്ചിരിക്കുന്നത്. ഫോസുകളുടെ അളവ് പറഞ്ഞില്ലേ? ഫോസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഫാക്ടം ഫോസോ രാജ്ഫോസോ ഫോസസ് വളങ്ങളുടെ കാര്യമാണോ? ആണെങ്കിൽ മുൻ ചോദ്യത്തിൽ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഉത്തരം. കുമ്മായം എത്ര ഇടണം? ഷിഹാബുദ്ദീൻ്റെ ചോദ്യമാണ്. കുമ്മായം എന്ന് പറയുമ്പോൾ മണ്ണിൻ്റെ അമ്ലത പോക്കാൻ മാത്രമല്ല, കാൽസ്യം അതിൻ്റെ മൂലകം കൂടിയാണ്. അതിന് വേണ്ടുന്ന ആവശ്യ പോഷക മൂലകം കൂടിയാണ്. അതായത് സെക്കൻഡറി എലമെന്റൽ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ കാൽസ്യം അടങ്ങിയിട്ടുള്ള സാധനമാണ് കുമ്മായ വസ്തുക്കൾ. കുമ്മായ വസ്തുക്കൾ. കുമ്മായം എന്ന് പറയുമ്പോൾ നീറ്റുകക്ക, കുമ്മായം, ഡോളമൈറ്റ്, ഇതെല്ലാം കുമ്മായ വസ്തുക്കളാണ്. ഇത് ഏത് വേണമെങ്കിലും നമുക്ക് മണ്ണിലിടണം. പക്ഷെ മണ്ണിലിടുന്നത് എത്ര അളവ് വേണമെന്ന് ചോദിച്ചാൽ മണ്ണിൻ്റെ അമ്ലതയ്ക്കനുസരിച്ചാണ്.
2 കിലോ മുതൽ 3 കിലോ വരെ കേരളത്തിൽ നമുക്ക് കൊടുക്കാം. അധികമായാൽ അമൃതും വിഷം. അപ്പോൾ തീർച്ചയായിട്ടും മിനിമം ഒരു 2 കിലോ എങ്കിലും എല്ലാ വർഷവും മെയ് ജൂൺ മാസത്തിൽ തടം എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കുമ്മായം തടത്തിലിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം അരുൺജിത്തിൻ്റെയാണ്. വലിയ തെങ്ങിന് കുമ്മായം തന്നെയല്ലേ വേണ്ടത്? ഡോളോമൈറ്റ് ചെറിയ തൈക്കല്ലേ കൊടുക്കേണ്ടത്? ഇപ്പം പറഞ്ഞതാണ് ഉത്തരം. ഡോളോമൈറ്റും കുമ്മായവും രണ്ടും ഒന്ന് തന്നെയാണ്. ഡോളോമൈറ്റ് തമിഴ്നാട്ടിലെ ചുണ്ണാമ്പ് പാറപ്പൊടിയാണ്. കുമ്മായം എന്ന് പറയുന്നത് നമ്മുടെ കക്കയാണ്. അപ്പം മീറ്റുകൾക്ക് ആയാലും കക്കയായാലും ഡോളോമൈറ്റ് ആയാലും നിർബന്ധമായിട്ടും മണ്ണിലിട്ട് കൊടുക്കണം. ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കാശ് ലാഭമുണ്ട്. കാരണം കുമ്മായത്തിൻ്റെ അത്രയും വിലയില്ല ഡോളോമൈറ്റിന്. ഏതാണ്ട് 5 രൂപയോളം വ്യത്യാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഡോളോമൈറ്റ് ഇടുന്നതല്ല. ഡോളോമൈറ്റിനകത്ത് കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. 2 മൂലകം ഉള്ളതാണ്. പക്ഷേ വില തുച്ഛം, ഗുണം മെച്ചം. അപ്പോൾ ഡോളോമൈറ്റാണ് നല്ലത്. പൊട്ടാഷിൻ്റെ അളവ് പറഞ്ഞു, ബാക്കി ഘടകങ്ങളുടെ അളവ് പറഞ്ഞിട്ടില്ല. ശിവൻപിള്ളയാണ് പറഞ്ഞത്. അപ്പം നേരത്തെ പറഞ്ഞ ഉത്തരത്തിൽ അതിനകത്തിലെ വളങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശിവൻപിള്ള അത് ശ്രദ്ധിക്കുക. പിന്നെ ചിറയിൽ ധർമ്മരാജൻ എന്ന് പറഞ്ഞ ഒരാളാണ്, മണ്ടരി രോഗത്തിന് എന്താണ് പ്രതിവിധി? അപ്പം ഈ രോഗങ്ങളെയും കീടങ്ങളെയും കുറിച്ച് വിശദമായിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. തൊട്ട് പുറകെ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ മണ്ടരിയെക്കുറിച്ചും എല്ലാത്തരം രോഗങ്ങളെക്കുറിച്ചും കീടങ്ങളെക്കുറിച്ചുള്ള പ്രതിവിധികൾ എന്ത് ചെയ്യണമെന്നുള്ളതിന് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ ഈ മീറ്റ് ദ ലെൻസ് എന്ന ചാനലിൽ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്, കാണുക. മദീന റിയാബാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആലത്തൂർ മേഖലയിൽ ഏതിനം തെങ്ങിൻ തൈയാണ് നല്ലത്? ആലത്തൂര്, പാലക്കാട് ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏത് തെങ്ങും വളരും. നമ്മുടെ കേരളത്തിൽ എവിടെയും വളരുന്ന ഏത് തെങ്ങും വളരും. അതിനകത്ത് സംശയം. WCTയും DNTയും സങ്കര ഇനങ്ങൾ, ഇതെല്ലാം സങ്കര ഇനങ്ങൾ. ടീൻറ്റുടിയും എന്ന് പറയുന്ന സങ്കര ഇനമാണ്. അതുപോലെ കുള്ളൻ തെങ്ങുകളും എല്ലാം നടാം, ധൈര്യമായിട്ട് നട്ടുള്ളൂ. അടുത്ത ജയേഷ് എന്ന് പറഞ്ഞ ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ തെങ്ങുകൾ ചൊട്ടയിട്ട് തുടങ്ങുന്നു. ഇപ്പോൾ കോഴിവളം ഇട്ടാൽ കുഴപ്പമുണ്ടോ? പറമ്പിൽ ചെല്ലി ശല്യമുണ്ട്. അതിന് മരുന്ന് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു. കോഴിവളം ഇട്ടാൽ ചെല്ലി ശല്യം കൂടുമോ? ഞാനൊരു ബ്രോയിലർ കോഴി കർഷകൻ കൂടിയാണ്. ജയേഷെ, ധൈര്യമായിട്ടിട്ടുള്ളൂ. കോഴിവളം നല്ലൊരു വളമാണ്. നൈട്രജൻ കൂടുതലുള്ള ഒരു ജൈവവളമാണ്. കാരണം എന്ന് വെച്ചാൽ കോഴി മൂത്രം ഒഴിക്കുന്നില്ല. മൂത്രവും കൂടി ചേർന്ന കോഴിക്കാഷ്ടത്തിനകത്തിൽ നൈട്രജൻ്റെ അളവ് താരതമ്യേന മറ്റ് ജൈവവളങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലായതുകൊണ്ട് തെങ്ങിന് കോഴിവളം ഇടുന്നതിന് യാതൊരു തകരാറുമില്ല. മറ്റുള്ള വിളകൾക്ക് കോഴിവളം ഇടുമ്പോൾ പഴകി പൊടിഞ്ഞത് വേണം ഇടേണ്ടത്. തെങ്ങിന് കോഴിവളം ഇടാം. മഴക്കാലത്ത് ധൈര്യപൂർവ്വം 25 കിലോ ഒരു തെങ്ങിനിടാം. പിന്നെ നല്ലപോലെ കായ്ക്കുന്ന തെങ്ങാണെങ്കിൽ 50 കിലോ വരെ ഇടാം. അപ്പം അത് ധൈര്യമായിട്ട് ചെയ്തോളൂ. പിന്നെ ചെല്ലിശല്യം, ജൈവവസ്തുക്കൾ തീർച്ചയായിട്ടും കൊമ്പൻ ചെല്ലി വന്ന് മുട്ടയിടും. കുണ്ടളപ്പുഴു എന്ന് പറഞ്ഞ സാധനം ആണ് ഈ ചെല്ലിയുടെ പുഴു. അത് മുട്ടയിടുന്നത് ഈ ജൈവവസ്തുക്കളിലാണ്. തീർച്ചയായിട്ടും ഈ കോഴിവളം ഇടുന്ന കൂട്ടത്തിൽ കൊന്നയിലയുണ്ടെങ്കിൽ, ചീമക്കൊന്നയിലയുടെ പറിച്ചിടാം. അതുപോലെ ഒരുവേരൻ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, കളച്ചെടിയുണ്ട്, അത് പറിച്ചിടാം. കഴിയുന്നത്ര ഈ കോഴിവളത്തിൻ്റെ മുകളിൽ ചീമക്കൊന്നയിലയും അല്ലെങ്കിൽ ഒരുവേരൻ ഇലയും പറിച്ചിട്ടാൽ ഈ ചെല്ലി ശല്യം കുറയും. കാരണം എന്ന് വെച്ചാൽ ചെല്ലി മുട്ട വിരിയാതെ പോകും. ഇതിനുള്ള ശേഷി ഈ 2 സാധനങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. ഇനി അടുത്തത് MHD കേരള എന്ന ഒരു ഐഡിയിൽ നിന്നാണ് ചോദ്യം. ഡോളോമൈറ്റ് ഇട്ടാലും 3 ആഴ്ച വെയിറ്റ് ചെയ്യണോ? തീർച്ചയായിട്ടും. ഡോളോമൈറ്റ് അല്ലെ കുമ്മായ വസ്തുക്കൾ ഇടുന്ന മണ്ണിൻ്റെ പുളി പോകാനാണ്. ആ പുളി പോകാൻ കുറച്ച് രാസപ്രവർത്തനങ്ങൾ അവിടെ നടക്കണം. അതിനുള്ള വെയിറ്റിംഗ് പീരീഡാണ് ഈ 3 ആഴ്ച എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മൾ കുളിക്കുന്നതിനോട് സാമ്യപ്പെടുത്താം. നമ്മുടെ കുളിക്കുന്ന എന്തിനാ? ദേഹത്തെ അഴുക്ക് പോകാൻ. നമ്മൾ ദേഹം നനച്ചതിന് ശേഷം സോപ്പ് തേക്കും. സോപ്പ് അഴുക്കും പോകാൻ പിന്നെ ധാരാളം വെള്ളം ഒഴിക്കുന്നു എന്ന് പറയുന്നല്ലോ. ഈർപ്പമുള്ള മണ്ണിൽ വേണം കുമ്മായ വസ്തുക്കൾ, ഡോളോമൈറ്റ് അടക്കമുള്ള കുമ്മായ വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ അത് ധാരാളം വെള്ളം കൂടി വീണ് മാത്രമേ ഈ മണ്ണിൻ്റെ അസിഡിറ്റി മാറിക്കിട്ടത്തുള്ളൂ, അമ്ലത മാറിക്കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് ആ വെയിറ്റിംഗ് പീരീഡാണ് ഈ 3 ആഴ്ച എന്ന് പറഞ്ഞാൽ. 3 ആഴ്ച കഴിഞ്ഞിട്ട് മറ്റേത് വളവും ചെയ്യാവൂ. പിന്നെ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആളുടെ ചോദ്യമാണ്. വളം ഇട്ട് കഴിഞ്ഞാൽ മണ്ണിട്ട് മൂടുന്നത് നല്ലതാണ്. വളം ഏതിട്ടാലും മണ്ണ് മുകളിലിടണം. മണ്ണിൽ ഇട്ടാൽ മാത്രമേ അത് ജീർണം നടന്നിട്ട് രാസവളമായാലും ജൈവവളമായാലും ചെടികൾക്ക് വലിച്ചെടുക്കുന്ന ഫോമിലേക്ക് ആക്കുന്നത് സൂക്ഷ്മജീവികളാണ്. അപ്പോൾ സൂക്ഷ്മജീവികൾ ഈ മണ്ണിലാണുള്ളത്. അപ്പം മണ്ണ് മുകളിൽ ഇടുക തന്നെ വേണം. അടുത്ത ചോദ്യം അബു ഹംന സൽമാൻ സഖാഫിയുടെയാണ്. തെങ്ങിൻ തടത്തിൽ
ചകിരി ഇടുന്നത് നല്ലതാണോ? തീർച്ചയായിട്ടും ചകിരി ഇടണം. പണ്ട് കാലത്ത് നമ്മുടെ പിന്നെ തടത്തിൻ്റെ ഔട്ടർ ലെയറിൽ ഈ തൊണ്ട് കമിഴ്ത്തിയെടുക്കും. കമിഴ്ത്തിയും മലർത്തിയും ഒരു ലെയർ കമിഴ്ത്തിയെടുക്കും, ഒരെണ്ണം ആദ്യം മലർത്തിയെടുക്കും, അതിന് മുകളിൽ കമിഴ്ത്തിയെടുക്കും. അത്തരത്തിൽ ഒരു ലെയർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷകാലത്ത് ഒരു തൊണ്ടിൻ്റെ ഭാരത്തിൻ്റെ 6 ഇരട്ടി വെള്ളം സംഭരിച്ചു വെക്കും. ഇങ്ങനെ ഈ സംഭരിച്ചു വെച്ചേക്കുന്ന വെള്ളം വേനൽക്കാലത്ത് ഈ മണ്ണിലേക്ക് ഈ തൊണ്ടിൽ നിന്ന് വെള്ളം എത്തി ഈ തെങ്ങിന് ഉണക്ക് തട്ടാതെ ഇരിക്കും. മാത്രമല്ല, ഈ ചകിരി ക്രമേണ ഡീകമ്പോസ് ചെയ്ത് ഒന്നാന്തരം വളമായിട്ട്, തെങ്ങിനുള്ള വളമായിട്ട് മാറുകയും ചെയ്യും. 4 തെങ്ങിൻ്റെ നടുക്ക് ഒരു കുഴിയെടുത്ത് ഇത്തരത്തിൽ തൊണ്ട് നിറയ്ക്കുന്നതും വളരെ നല്ലതാണ്. അല്ലെങ്കിൽ തടത്തിന് ചുറ്റും വട്ടത്തിൽ തൊണ്ടെടുക്കുക, ഈ പറഞ്ഞ രീതിയിൽ തൊണ്ടെടുക്കുക ഏറ്റവും നല്ല ഒരു പ്രവൃത്തിയാണത്. അടുത്തത് ജിജീഷ് കുമാറിൻ്റെ ചോദ്യമാണ്, വീട്ടിലുള്ള തെങ്ങിന് തടമെടുക്കാൻ സ്ഥലമില്ല, അതിന് വളം കൊടുക്കാൻ എന്താണ് മാർഗം? അപ്പോൾ അതിന് മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുവട്ടിൽ തന്നെ ഈ വാട്ടർ സോല്യൂബിൾ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. NPK തന്നെ വാട്ടർ സോല്യൂബിൾ 90 എന്ന് പറഞ്ഞ രീതിയിൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടും. ഇതെല്ലാം വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം കുമ്മായം, അസിഡിറ്റി മാറ്റാൻ വേണ്ടി കുമ്മായം വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളി എടുത്ത് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം പിന്നെ പുളിപ്പിച്ച വളങ്ങൾ, ജൈവവളങ്ങൾ പുളിപ്പിച്ച് ബർമി വാഷ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ജൈവവസ്തുക്കൾ അഴുകുമ്പോഴുള്ള സ്ലറി അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ജൈവ സ്ലറി ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. വാട്ടർ സോല്യൂബിൾ ഫെർട്ടിലൈസറും ഒഴിച്ചു കൊടുക്കാം. അതുപോലെ മൈക്രോ ന്യൂട്രിയൻസും ഇത്തരത്തിൽ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്തുകൊണ്ട് ജിജീഷിൻ്റെ തെങ്ങിനെയും നമുക്ക് നല്ല ആദായകരമാക്കാം. ഇത്രയും ചോദ്യമാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇനിയും ഉള്ള ചോദ്യങ്ങൾക്ക് നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ടാണ് ഇനി ബാക്കി നമ്മൾ അടുത്ത ഒരു എപ്പിസോഡായിട്ട് ടെലികാസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കൂടുക, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം, പിന്നെ ഇത് ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി അറിയിക്കുകയാണ്.